ഞാൻ പറയട്ടെ, ശ്യാമേട്ടൻ എന്താ ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന്? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ടെന്ന്. രേണുവിനെ കാണാതായതിന് പിന്നിൽ ധനേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ? അമ്മയ്ക്ക് ഇനി മതിയായില്ലല്ലേ? എന്റെ മോള് ചത്തോന്ന് അവൻ എന്നോട് പറഞ്ഞു. ഗിരീടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പറ. ശ്യാമേട്ടൻ എന്താ വല്ലാത്തൊരു ടെൻഷൻ പോലെ? ഈ ജോലിയുടെ ഓരോ പ്രശ്നങ്ങളെ. അല്ല, ഞാൻ പറയട്ടെ, ശ്യാമേട്ടൻ എന്താ ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്നെന്ന്? പറയട്ടെ. എന്താ? രേണുകയെ കുറിച്ച് ഓർത്തല്ലേ ഈ ടെൻഷൻ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? നീ എന്തിനാ ഗംഗേ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങള്? ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് ശ്യാമേട്ടന് സമ്മതിക്കാമോ? ഈ എന്നെ തൊട്ടെന്ന് സത്യം ചെയ്യാമോ? ഗംഗേ, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം, അത് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. ശ്യാമേട്ടൻ അങ്ങനെയാണോ? ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ? ഈ എന്നെ കുറിച്ച് മാത്രം? ആ, ശരിക്കും? ശരിക്കും. ആ, രേണുക ആരോ കൊന്നതാണെന്ന് പറയുന്നത് ശരിയാണോ ശ്യാമേട്ട? ശരിയായിരിക്കും. ചിലപ്പോ ആരെങ്കിലും കൊന്നു കാണുമായിരിക്കും. അതിന് ഞാനെന്ത് പിഴച്ചു? എല്ലാരും കൂടി എന്റെ മേലെ കുതിരയേറാൻ വരുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. എന്നോടെങ്കിലും സത്യം പറ ധനേട്ടാ, രേണുവിനെ കാണാതായതിന് പിന്നിൽ ധനേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ? രാധികേ, നീയും എന്നെ സംശയിക്കാണോ? ഇല്ലെങ്കിൽ പിന്നെ ആ സിഐ എന്തിനാ ധനേട്ടന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ധനേട്ടൻ എന്തിനിങ്ങനെ വെപ്രാളപ്പെടണം? അമ്മ പോലും ധനേട്ടൻ എന്തിനിങ്ങനെ സംശയിക്കുന്നത്? എടി, അതാ തള്ളയ്ക്ക് ഭ്രാന്തായിട്ടാ. ധനേട്ടാ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തള്ളമാര് സ്വന്തം മകളുടെ ഭർത്താവിനെ ഒറ്റ കൊടുക്കൂടി? പോലീസിനോട് അനാവശ്യമായി വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കോ? അത് ധനേട്ടൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും. അതേടി, ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് തന്നെയാ. അതെന്താണെന്ന് നിനക്കറിയില്ലേ? നിന്നെ കെട്ടിയത്, അതാ ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ട് ധനേട്ടന് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. ദോഷമേ ഉണ്ടായിട്ടുള്ളടി. ഈ നശിച്ച വീട്ടിൽ വന്ന് ബന്ധം കൂടി അന്ന് തുടങ്ങിയതാ എന്റെ ശനിദശ. നിന്നെ കെട്ടിയെടുത്ത അന്ന് തുടങ്ങി എന്റെ നാശവും. ചുമ്മാതൊന്നും അല്ലല്ലോ ധനേട്ടൻ എന്നെ കെട്ടിയെടുത്തത്. കണക്ക് പറഞ്ഞ് സ്ത്രീധനം എണ്ണി മേടിച്ചിട്ടല്ലേ? പ്രസവിക്കാൻ കഴിയാത്തൊരു മച്ചി പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെച്ചതിന് നിന്റെ തള്ള എനിക്ക് ഇത്രയൊന്നും തന്നാ പോരടി. ധനേട്ടാ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കല്യാണത്തിന് മുമ്പ് നിനക്ക് നിന്റെ തള്ളയ്ക്കുമല്ല ഇതറിയാമായിരുന്നില്ലേ? എന്നിട്ട് എല്ലാരും കൂടി ചേർന്നെ ചതിക്കായിരുന്നില്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? നിനക്കെല്ലാം മനസ്സിലായല്ലോ? എങ്കിൽ ഇനി നീ തന്നെ തീരുമാനിച്ചോ, നിനക്കിനി എന്റെ കൂടെ ജീവിക്കണോ അതോ എന്നെ പ്രതിയാക്കി ജയിലിലടയ്ക്കണോ? രണ്ടായാലും തീരുമാനം ഉടനുണ്ടാവണം. എന്റെ കൂടെ ജീവിക്കണമെന്ന് തന്നെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ആ തള്ളയോട് ചെന്ന് പറ, കേസ് എത്രയും പെട്ടെന്ന് പിൻവലിക്കാൻ. ചെല്ലേ, പോയി പറടി. അമ്മയ്ക്ക് ഇനി മതിയായില്ലല്ലേ? പോയവരോ പോയി. ഇനി അതിന്റെ പേരിൽ എന്റെ ജീവിതവും കൂടി തകർന്നു കാണണമെന്നാണോ അമ്മയുടെ ആഗ്രഹം? രാധികേ, നീ എന്തായി പറയുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? എങ്കിൽ താമസിയാതെ എല്ലാം മനസ്സിലായിക്കോളും. രേണുകയെ പോലെ ഞാനും കൂടി നഷ്ടപ്പെടുമ്പോ എന്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായിക്കോളും. രാധികേ, അവള് കാരണം ഈ കുടുംബം മുടിയും. എനിക്ക് എന്റെ ഭർത്താവില്ലാതാകും. ഞാൻ പിന്നെ
പിന്നെ ജീവിച്ചിരിക്കില്ല അമ്മേ. നീ എന്താ പറഞ്ഞത്? നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെടുമെന്നോ? രേണുക കാരണം നിനക്ക് എങ്ങനെയാണ് നിന്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നത്? അമ്മയ്ക്കൊന്നും അറിയില്ലല്ലേ? അമ്മയല്ലേ ധനേട്ടനെ കുറിച്ച് ആ പോലീസുകാരനോട് മോശമായി പറഞ്ഞത്? അത് പിന്നെ അയാൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ ചിലതൊക്കെ പറഞ്ഞു. അല്ലാതെ ചിലതൊക്കെ പറഞ്ഞു പോലും. ഹും, അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും കാരണക്കാരി അവളാ. അമ്മയും അവക്ക് കൂട്ടു നിൽക്കുക. എന്നിട്ട് അനുഭവിക്കാൻ ഇവിടെ ബാക്കിയുള്ളവരും. എല്ലാം അമ്മയായിട്ട് വരുത്തി വെച്ചതാ. എല്ലാം അമ്മയുടെ തെറ്റാ. അതെടി, എല്ലാം എന്റെ തെറ്റ് തന്നെ. ഞാൻ 2 മക്കളെ പ്രസവിച്ചു പോയില്ലേ? ഒരല്ലലും അറിയിക്കാതെ അവരെ വളർത്തി വലുതാക്കിയില്ലേ? ഇനി എന്താ ഈ അമ്മ വേണ്ടത്? പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. വേണമെങ്കിൽ അതും ആവാം. വല്ല ശരണാലയത്തിലും പോയി ഞാൻ ജീവിച്ചോളാം. ഏതായാലും ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ചെയ്യേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. നീയും രേണുകയും പറക്കം മുറ്റാത്തൊരു കാലം. കഷ്ടതയും ദുരിതങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ അന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങളുടെ ഭാവി മാത്രമായിരുന്നു അന്ന് ഈ അമ്മയുടെ ലക്ഷ്യം. പക്ഷേ ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നീ ദുരിതങ്ങളൊന്നും ആർക്കും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. അമ്മയ്ക്കിനിയെല്ലാം ഓരോ കരച്ചിലുകൊണ്ട് അവസാനിപ്പിക്കാം. പക്ഷെ എനിക്കങ്ങനല്ല. ഞാൻ ഇന്നൊരു ഭാര്യയാണ്. എനിക്കൊരു ഭർത്താവുണ്ട്. അതുകൊണ്ട് രേണുകയെ കുറിച്ചുള്ള അന്വേഷണം നിർത്തിവെക്കാൻ അമ്മ പറയണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടും. എങ്ങനെ? നീ പിന്നെ അത് തന്നെയാണല്ലോ പറയുന്നത്. നിനക്ക് എങ്ങനെയാടി നിന്റെ ഭർത്താവ് നഷ്ടപ്പെടുന്നത്? പറയടി. എന്റെ രേണുക മോളെ കാണാതായതിൽ അവൻ എന്താടി പങ്ക്? എന്ത് പങ്ക്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇല്ല, നിനക്കറിയാം. രേണുകയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാം. ധനപാലൻ അതിൽ പങ്കുണ്ട്. പറയടി, എന്റെ കുഞ്ഞെവിടെ? അവൾക്ക് എന്ത് സംഭവിച്ചു? ചത്തു. എന്താ പോരെ? യെസ്, സി അരുൺകുമാർ. സർ, ഞാൻ നിർമ്മലയാണ്, രേണുകയുടെ അമ്മ. ആ, പറയൂ ടീച്ചർ. അവനാണ് സർ, അവനാണ് എല്ലാം ചെയ്തത്. ധനപാലൻ. അവൻ എന്നോടത് പറഞ്ഞു സർ. എന്റെ മോള് ചത്തുന്ന് അവൻ എന്നോട് പറഞ്ഞു സർ. വാട്ട്? അവനെ പിടിച്ചാൽ എല്ലാം അറിയാം സർ. എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അവനറിയാം സർ. അവനറിയാം. ഹലോ, ഹലോ ടീച്ചർ. ഹലോ, ഹലോ ടീച്ചർ. ടീച്ചർ, ഹലോ, ഹലോ, ഹലോ ടീച്ചർ. എന്താ പറ്റി? ടീച്ചർ, ഹലോ, ഹലോ. സി എ അരുൺകുമാർ. രേണുകയെ കൊന്നത് അഡ്വക്കേറ്റ് ശ്യാമപ്രസാദാണ്. ഒരു വാടക കൊലയാളിയുടെ സഹായത്തോടെയാണ് അയാൾ അത് ചെയ്തിരിക്കുന്നത്. ഹലോ, നിങ്ങളാരാണ്? എവിടുന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഹലോ, ഹലോ, ഹലോ. ഇഡിയറ്റ്. ഹലോ, കൺട്രോൾ റൂം. സി എ അരുൺകുമാർ. ഇപ്പൊ എന്റെ നമ്പറിലേക്ക് വന്ന ഫോൺ കോൾ എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം. ഓക്കെ.
സമാധാനമായല്ലോ. 14,500 രൂപ ഡിം ഒറ്റയടിക്ക് പോയി കിട്ടി. ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? പിന്നല്ലാതെ തൻ്റെ നിർബന്ധമില്ലായിരുന്നോ ഹണിമൂണിന് പോയിട്ട് ആർക്കൊന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല എന്ന്? അവരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമെന്നും പറഞ്ഞ് താൻ എനിക്ക് സ്വസ്ഥത തന്നില്ലല്ലോ. അത് ശരിയല്ലേ, ഞാൻ പറഞ്ഞു ചെയ്യിച്ചില്ല എന്നല്ലേ എല്ലാരും വിചാരിക്കൂ. അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല എന്ന് ആര് പറഞ്ഞു? പണ്ടേ അങ്ങനെയുള്ളൊരു ശീലമൊന്നും എനിക്ക്. ഗിരീട്ടാ, പെട്ടെന്ന് കയറ്. ഗിരിയേട്ടാ, ആരാ അയാള്? ഗിരിയേട്ടൻ എന്തിനാ അയാളെ കണ്ട് ഓടിയത്? എന്തിനാ അയാളെ പേടിക്കുന്നത്? പറ ഗിരിയേട്ടാ, എനിക്കറിയണം. ആരാ അയാളെന്ന് എനിക്കറിയണം. അയാളൊരു ക്രിമിനലാ. അതിന് നമുക്കെന്താ? നമ്മളെന്തിനാ അയാളെ ഭയക്കുന്നത്? അതൊന്നും താനി പറയണ്ട. അറിയണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അന്ന് മദ്രാസിൽ വെച്ച് ഇതേപോലെ ഉണ്ടായതാ. അന്നും ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞൊഴിഞ്ഞത്. ഗിരിയേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പറ, ആ ക്രിമിനലുമായിട്ട് ഗിരിയേട്ടൻ എന്താ ബന്ധം? താനെന്താ ക്വസ്റ്റ്യൻ ചെയ്യാ? ആണുങ്ങൾക്ക് അങ്ങനെ പലരുമായി പല ബന്ധങ്ങളുണ്ടാവും. അതൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഗിരിയേട്ടാ, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്ന എനിക്കിഷ്ടമല്ല. പ്ലീസ്. പിന്നെ ഇതൊന്നും ആരോടും വിസ്തരിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ?